സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവനെയും അവന്റെ കൂടെ വരുന്ന ആൺകുട്ടികളെയും സഹിക്കാം, പക്ഷെ കൂടെ കുറച്ച് പെണ്ണുങ്ങളുണ്ടാവും, അവറ്റകളെയാ സഹിക്കാൻ പറ്റാത്തത്. വനജ വെറുപ്പോടെ പറയുമ്പോൾ ആ വെറുപ്പ് സേതുവിന്റെ മുഖത്തും ഉണ്ടായിരുന്നു. നന്ദവരുടെ ഭാവങ്ങൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമോ? ഏയ്, ജിതിൻ വർഷത്തിൽ 2-3 തവണ വരും. ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ പോയതിന് വന്നതാ. സേതുമ പറഞ്ഞപ്പോൾ നന്ദു ആലോചനയോടെ മൂടി. 1 വർഷം മുമ്പ് നടന്ന കാര്യമാണ്, പക്ഷെ അതവൻ്റെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണെങ്കിൽ എത്രത്തോളം ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും. അവൾ ചിന്തിച്ചത് അതാണ്. ഒപ്പം അവളുടെ മുഖത്തൊരു ക്രൂരഭാവം ഉടലെടുത്തു. ആ നന്ദുവിന്റെ വേദനയോടുള്ള ശബ്ദം കേട്ടതും രണ്ടുപേരും അവൾക്ക് അടുത്തേക്ക് വന്നു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ കത്തി അവളുടെ ചൂണ്ടുവിരലിൽ തട്ടി ഒന്ന് മുറിവായി. സൂക്ഷിക്കേണ്ട നന്ദു, ഈശ്വര, ഇത് കിട്ടാൻ വേണ്ടി കയറിയത് രാവിലെ തന്നെ അടുക്കളയിൽ. രക്തം ഒലിച്ചിറങ്ങുന്ന അവളുടെ വിരലിൽ അമർത്തി പിടിച്ച് സേതു പറയുമ്പോൾ ശരിക്കും മുന്നിൽ നിൽക്കുന്നത് അവളുടെ അമ്മയാണെന്ന് തോന്നി നന്ദുവിന്. വനജ പാത്രത്തിൽ വെച്ച ചെറിയ ഉള്ളി കൊണ്ട് തന്നെ അവളുടെ മുറിവിൽ പിടിച്ചൊന്ന് ഉരുതി വിട്ടു. ചെറിയ ഉള്ളി തേച്ച് അതങ്ങ് മാറിക്കോളും, കാര്യമായ മുറിവൊന്നും ആയിട്ടില്ല, ഞാൻ ബാൻഡേജ് ഉണ്ടോ നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് വനജ അവിടെയും എവിടെയൊക്കെ തപ്പിപ്പിടിച്ച് ഒരെണ്ണം കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി മോള് മാറി നിൽക്ക്, ഞങ്ങൾ ചെയ്യാം. സ്പീഡ് കൂടിയിട്ട് അങ്ങനെ മുറിവാവണത്, ചെയ്യുന്നത് സമയമെടുത്താലും അനർത്ഥങ്ങളില്ലാതെ ഉണ്ടാക്കിയാൽ മതി. സേതു നന്ദുവിനെ പിടിച്ച് അവിടെയുള്ള ചെയറിലിരുത്തിക്കൊണ്ട് പറയുമ്പോൾ തടുക്കാൻ അവൾക്ക് തോന്നിയില്ല. അവർ ചെയ്യുന്ന ജോലിയിൽ നോക്കി അവരോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് വായിട്ട് അലക്കുന്ന സമയം കൊണ്ട് എന്തിനെങ്കിലും കൂടിയാ അതൊരു സഹായമാവില്ലേ? അടുക്കളയിലേക്ക് കയറി വന്ന പത്മാവതി പറയുമ്പോൾ 3 പേരും അങ്ങോട്ടേക്ക് നോക്കി. പട്ടിന്റെ സാരി ഒന്നുകൂടെ ശരിയാക്കിക്കൊണ്ട് നന്ദുവിനെ നോക്കി പൂജിച്ചു. അങ്ങനെ സഹായിക്കണമെന്ന് ചിന്തയുള്ളവർക്ക് സഹായിച്ചങ്ങ് പോരെ, മറ്റുള്ളവരെ കാക്കണോ? പത്മാവതിയെ അടിമുടി നോക്കി നന്ദു പറയുമ്പോൾ അവരൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കോഫി ഒഴിച്ചു. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നതല്ല ഇവിടെയുള്ള ബാക്കിയുള്ളവർ. ഞങ്ങൾക്കൊന്നും വെച്ചുണ്ടാക്കി കഴിക്കേണ്ട ഗതികേടില്ല. അതൊക്കെ നിന്നെ പോലുള്ള ഒരു ഗതിയും പരഗതിയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ. കോഫി കപ്പ് കൊണ്ട് തിരിഞ്ഞതും നെഞ്ചത്ത് കൈകെട്ടി അവർക്ക് മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് പത്മാവതി ഒന്ന് പിന്നിലേക്ക് നിന്നു. അതെന്താ വലിയ അങ്ങനെ ഒരു ടോക്ക്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അതിന് ഗതിയും ഗതികേടൊക്കെ ഉണ്ടോ? അവരുടെ മുഖത്തേക്ക് നോക്കി കനപ്പിച്ച് നോക്കി പറയുമ്പോൾ പത്മാവതി അവളൊന്ന് ചുഴിഞ്ഞു നോക്കി. ഉണ്ടടി, അങ്ങനെയൊക്കെ ഉണ്ട്. പത്മാവതി അത് പറഞ്ഞതും അവരുടെ കയ്യിലുള്ള ഗ്ലാസ് വാങ്ങി നന്ദു അതിലുള്ള കോഫി പുറത്തേക്ക് തൂത്തു കളഞ്ഞു. അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യത്തിൽ അവൾക്ക് നേരെ പാഞ്ഞു വന്ന പത്മാവതിയുടെ നേരെ അവൾ ചുണ്ടിൽ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കി. ആ കോഫി ഗതിയില്ലാത്തതിൽ ഉണ്ടാക്കിയതാ, അതിപ്പോ നിങ്ങൾ സുഖിച്ച് കുടിക്കണ്ട. അല്ല പിന്നെ ചേലക്കതൊന്ന് ഇറങ്ങി പോത്തള്ളേ, രാവിലെ തന്നെ മനുഷ്യനെ ഭ്രാന്താക്കാൻ വന്നേക്കുന്നു. നന്ദു പറയുമ്പോൾ പത്മാവതി ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി. അവർ പോയതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന 2 പേരെയും നോക്കി അവൾ കണ്ടു ചിമ്മി ചിരിച്ചു. എന്താ സേതുമ, എന്നെങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഒരു ചിരിയോട് അവരുടെ മൂക്കിൽ തട്ടി ചോദിക്കുമ്പോൾ അവരവളെ നോക്കി ഒന്ന് കണ്ടുരുട്ടി. എന്തിനാ വെറുതെ വഴക്കിന് പോണത്? എന്തെങ്കിലും വായിൽ തോന്നിയത് പറഞ്ഞിട്ട് അങ്ങ് പോക്കോട്ടെന്ന് കരുതിക്കൂടെ? അയ്യടാ, അതിന് എൻ്റെ പേര് സേതുലക്ഷ്മി എന്നല്ലല്ലോ സേതമ്മേ, എൻ്റെ പേരേ നന്ദിതാർജുൻ എന്നാ. സേതു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളൊരു ചിരിയോടെ മറുപടി കൊടുത്തു. ആ മറുപടിയിൽ സേതു ചിരിച്ചു. വനജയും, മോൾക്ക് വിശക്കുണ്ടോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോൾ കിട്ടിയാലും അപ്പം കഴിക്കും. വനജ ചോദിച്ചതിന് അവളൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ, മോള് റൂമിൽ പോക്കോ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. അത് വേണ്ട, എനിക്ക് ഇവിടേക്കൊന്ന് ചുറ്റി കാണാം, നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. അയ്യോ, എനിക്ക് കുറച്ച് ജോലി കിട്ടിയുണ്ട്, മോളിപ്പോൾ റൂമിൽ പോക്കോ, ജാനും വന്നിട്ട് നിങ്ങൾ 2 കൂടെ പോക്കോ. അതിനേട്ടത്തേക്ക് നടക്കാൻ പറ്റുമോ? പിന്നെന്താ, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതാ പ്രശ്നം. കുറച്ചൊക്കെ നടക്കാം, 3 മാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി താടിയൊക്കെ ഇളകണം. നന്ദുവിന് സേതു മറുപടി കൊടുത്തതും അവൾ തലകുലുക്കി. ശേഷം അവരോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ആരെങ്കിലും ഹാളിലുണ്ടോ നോക്കി, വെറുതെ ചൊറിയാൻ. പക്ഷെ ആരും ഉണ്ടായില്ല. ഒരു വാടിയ മുഖത്തോടെ അവൾ മുകളിലേക്ക് കയറി. അടഞ്ഞു കിടന്ന റൂമിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അജീബിനെ. അവളൊരു മൂളിപ്പാട്ടോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ശേഷം അവൻ്റെ അടുത്തിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? ഒന്ന് വേഗം നീക്കടച്ചേക്കാം, എനിക്കാകെ ബോറടിക്കുന്നുണ്ട്. കുറച്ചു നേരം അവനെ നോക്കിയിരുന്നിട്ടും അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടതും അവൾ സ്വയം ഓരോന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ അവിടുന്ന് എണീറ്റ് ഷെൽഫ് തുറന്ന് ഒരു ബുക്ക് കയ്യിലെടുത്ത് ടേബിളിൽ വെച്ച് ചെയറിലിരുന്ന് വായിക്കാൻ തുടങ്ങി. വായന വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാകും 2-3 പേജ് മറിച്ചതും അത് അവിടെ തന്നെ വെച്ചു.
അവിടുന്ന് വീണ്ടും എണീറ്റ് കൊണ്ട് ഷെൽഫ് തുറന്നു. അവിടെ ഇരിക്കുന്ന ഫോൺ കണ്ടതും അവളുടെ കണ്ണുകൾ പിറന്നു. നേരത്തെ കാര്യമായി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് കയ്യിലെടുത്ത് അജുവിൻ്റെ അടുത്തേക്ക് പോയി ഫിംഗർ വെച്ച് ലോക്ക് തുറന്നു. ശേഷം വീണ്ടും ആ ചെയറിൽ തന്നെ പോയിരുന്നു. ആദ്യം നോക്കിയത് ഗ്യാലറിയാണ്. അധികം പിക്സ് ഒന്നുമില്ല, പണ്ടത്തെ അവൻ്റെ കുറച്ച് പിക്സ് മാത്രം. അത് അത്രത്തോളം ഭംഗിയുള്ള ഓരോന്നും. നന്ദുവിൻ്റെ കണ്ണുകൾ അതിലെല്ലാമായി അലഞ്ഞു നടന്നു. അതിലെ ഒരു ചിത്രം അവൾ സൂം ചെയ്തു. ആ നോട്ടം, ആ കണ്ണുകൾ, ആ ചുണ്ടിലെ ചിരി, അതവൾ അവനിലേക്ക് അടുപ്പിക്കുന്നത് പോലെ. അവൻ്റെ ആ നോട്ടം അവളുടെ കണ്ണുകളിലേക്കാണെന്ന് അവൾക്ക് തോന്നി. വേറെന്തോ ഒരു ഭാവം. പെട്ടെന്ന് ഫോൺ ഓഫാക്കിയത് അവിടെ തന്നെ വെച്ചു. ശേഷം 2 കൈ നെഞ്ചിൽ വെച്ചു. ഉള്ളിൽ നല്ല ഹൃദയം ഇടിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അതിന് മാത്രമെന്താ അതിലുള്ളത്? ഒന്നുമില്ല, ഒരു ഫോട്ടോ. അവൾ സ്വയം പറഞ്ഞു. നോട്ടം ബെഡിൽ കിടക്കുന്നവനിലേക്ക് പോയി. ഒന്നും അറിയാതെ കിടക്കുകയാണ്. കിടത്തം കണ്ടാലോ ആളെ കണ്ടാലോ വയ്യായി ഉണ്ടെന്ന് തോന്നില്ല. ആ മുഖത്തേക്ക് നോക്കിയിരിക്കണം, ആൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അപ്പം മനസ്സിലാവും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത്. സംസാരത്തിൽ മാത്രം വലിയ കുഴപ്പങ്ങളുള്ളതുപോലെ തോന്നിയിട്ടില്ല. അറുത് മുറിച്ച് പറയുന്ന സംസാരമാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെ ശരിക്കും അംഗീകരിക്കാത്തത് കൊണ്ടാകും. ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാളെ തന്നെ പോലെ ആരാണ് സ്നേഹിക്കുക? അവസാനത്തെ ചിന്തകളിൽ അവളുടെ ചുണ്ടുകൾ വിടുന്നു. ശരിയല്ലേ? ആ കതിർ മണ്ഡപത്തിലിരുന്ന് പേടിയോടെ നോക്കുന്ന മുഖത്തോട് തനിക്ക് എന്താ തോന്നിയത്? ഓരോരോ ഭ്രാന്തുകൾ, അല്ലാതെ എന്താ? ഒരുപക്ഷെ ഈ വാരിയല് കൊണ്ട് ദൈവം എന്നെ പഠിച്ചത് കൊണ്ടാവും എനിക്ക് ഇത്രമാത്രം വിഷമം തോന്നിയത്. എൻ്റെ അല്ലേ? അതെ, എൻ്റെ അജുവാണ്. അവളുടെ ഉള്ളം അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അജുവിൻ്റെ മുടിയിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരുന്നു. അതവന് നല്ല ഇഷ്ടമാണ്. മുടിയിൽ തഴുകുന്നത്. അമ്മയുടെ മുടിയിൽ തഴുകി കൊടുക്കും. അധികവും ആ തലോടിലാവും അമ്മ ഉറങ്ങുന്നത് തന്നെ. പെട്ടെന്ന് ടേബിളിൽ വെച്ച ഫോണ് കയ്യിലെടുത്ത് അമ്മ എന്ന നമ്പറിലേക്ക് അടിച്ചു. കോൾ എടുത്തില്ല. എടുക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം അമ്മക്ക് ഒരുപാട് ആടും പശുവും കോഴിയൊക്കെ ഉണ്ട്. രാവിലെ അതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലാവും. അതിനിടയിലൊന്നും സമയം കിട്ടില്ല. അവളൊരു പുഞ്ചിരിയോട് ഓർത്തു. അജുവിൻ്റെ മുടിയിൽ നിന്നും കൈ പിന്നിലേക്ക് വലിച്ച ശേഷം അവൾ താഴേക്ക് തന്നെ നടന്നു. അത്രത്തോളം ബോറടിക്കുന്നുണ്ടായിരുന്ന അവൾക്ക്. രാവിലെ ചടപടാന്ന് ഓരോന്ന് ചെയ്ത് നടക്കുന്നവളില്ലേ, അപ്പം ഈ നടപ്പും ഇരിപ്പും ആകെ അസ്വസ്ഥത അവളിൽ തീർത്തു. അതാണ് സത്യം. ഇനിയും ജാനു എണീറ്റില്ലെങ്കിൽ പോയി കുത്തിപ്പൊക്കി എണീപ്പിക്കുന്ന രീതിക്കാണ് അടുക്കളയിൽ കയറിയത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അടുക്കളയിൽ കയറിയതോ ആദ്യം കണ്ണുപോയത് ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കുന്ന ജാനുവിലേക്കാണ്. നന്ദുവിനെ കണ്ടത് ജാനൊന്ന് ചിരിച്ചു. ശേഷം ബിസ്ക്കറ്റ് നീട്ടി നന്ദൊരു ചിരിയോടെ അത് കയ്യിൽ വാങ്ങി വായിലേക്ക് ഇട്ടു. ജാനുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി എന്നിട്ട്, ആ മോളെന്തേ പോകുന്നത്? പോയിട്ട് അധിക സമയമാകാത്തത് കൊണ്ടാകും വനജ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഓ, ആ ചേട്ടൻ നല്ല ഉറക്കാം. എനിക്ക് ഒറ്റയ്ക്ക് ബോറായപ്പോൾ ഞാൻ എണീറ്റ് പോന്നു. ഏട്ടത്തി ഇനി എണീറ്റില്ലെങ്കിൽ ഞാൻ വന്ന് വിളിക്കുമായിരുന്നു. വനജേച്ചിക്ക് മറുപടി കൊടുത്ത ശേഷം അവളെ നോക്കിയിരിക്കുന്ന ജാനുവിനെ നോക്കിയാണ് അവളത് പറഞ്ഞത്. അതവരിൽ എല്ലാവരും ഒരു ചിരി വരുത്തി. ഏട്ടത്തിയുടെ കഴിക്കല് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്കൊന്ന് പതിയെ ചുറ്റി നിന്ന് കണ്ടിട്ട് വരാം. ജാനുവിനെ നോക്കി നന്ദ ഒരു ചിരിയോടെ പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലയാട്ടി. നന്ദ! വീണ്ടും എന്തോ പറയാൻ വന്നത് മുകളിൽ നിന്നും ആ വീട് കുലുങ്ങുമാറ് വിധത്തിലൊരു ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു. തോന്നലാണോ എന്ന ചിന്തയിൽ ഞെട്ടി നിൽക്കുമ്പോൾ വീണ്ടും അതേ ശബ്ദം. നന്ദ! വീണ്ടും ആ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവളൊന്ന് ഞെട്ടി. അവളെന്നല്ല, ആ വീട്ടിൽ ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. വയ്യാതായതിൽ പിന്നെ ഇങ്ങനൊരു ശബ്ദം അവനിന്ന് ആരും കേട്ടിട്ടില്ല. വല്ലപ്പോഴും വയ്യായ്ക അധികമാകുമ്പോൾ നിലവിളിക്കും. മരുന്ന് വെക്കും, ബോധം പോകും. ആ നേരം അടുത്ത് നിൽക്കുന്നവരെ ഉപദ്രവിക്കും. അതിൽ കൂടുതൽ ഉപദ്രവമോ ബഹളമോ അവനിൽ നിന്നുണ്ടാവാറില്ല. നന്ദാ! മോളെ ചെല്ല്, ആര് വിളിക്കുന്നത് കേൾക്കണില്ലേ? വീണ്ടും അവൻ്റെ അലറൽ കേട്ടത് സേതമ്മ ഞെട്ടിക്കൊണ്ട് നന്ദുവിനെ നോക്കി. പിന്നെ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ സമയം തന്നെ അവൾ മുകളിലേക്ക് ഓടി കയറിയിരുന്നു. അവൾ പോകുന്നത് നോക്കി ഒരുവിധപ്പെട്ട എല്ലാവരും ആ ആളിലുണ്ടായിരുന്നു. പത്മേ, നീ ഒന്ന് പോയി നോക്കിയേ, അവൻ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ ആവോ? രാവണിയുടെ ആദ്യം പിടിച്ച ശബ്ദം അടുക്കളയിൽ നിന്നും കേട്ട സേതുവും വനജയും ജാനുവും പരസ്പരം നോക്കി ചിരിച്ചു. ഇത് കുറെ കേട്ടതാണെന്ന മട്ടില്. അത് വേണോ രാവണി? അവൻ ദേഷ്യത്തിൽ വിളിച്ചതൊന്നും ആവില്ല, ചുമ്മാ നന്ദുമോളെ കാണാൻ വിളിച്ചതാവും. മുത്തശ്ശൻ്റെ നന്ദുമോൾ എന്ന വാക്കിലൊരു വലിയ ഇഷ്ടക്കേട് തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാൻ നിന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ലേ, എന്തിനെങ്ങനെ കിടന്ന് കയറി പൊടിക്കുന്ന അറിയണല്ലോ. ഇനി ആ കുട്ടി കയറി വന്നത് അവൻ്റെ അസുഖത്തെ പ്രതികൂലമായി ബാധിക്കോ? അതാ എൻ്റെ പേടി. പത്മേ, നീ ചെല്ല്, പോയി നോക്ക്. കണ്ണുകൊണ്ട് പത്മാവതിയോട് മുകളിലേക്ക് പോകാൻ കണ്ണു കാണിച്ചതും അവരനുസരണയോടെ തലയാട്ടി മുകളിലേക്ക് നടന്നു. സത്യം പറഞ്ഞാൽ അവൻ എന്തിനവളെ വിളിച്ചെന്ന് അറിയണം, അതാണ് കാര്യം. അതവിടെ മുത്തശ്ശനൊരുക്കി എല്ലാവർക്കും മനസ്സിലായതുമാണ്. പക്ഷെ രാവണിയെ ഭയന്ന് ആരൊന്നും മിണ്ടിയില്ല. ഇവർക്കിത് എന്തിൻ്റെ കേടാ? അങ്ങോട്ട് എന്തിനാ ഇപ്പൊ പോകുന്നത്? അവൻ എന്തിനാ അവളെ വിളിച്ചെന്ന് അറിയാതെ അവർക്കൊന്നും ഒരു സമാധാനം കാണില്ല. അവനിങ്ങനെ അധികാരത്തിൽ വിളിക്കുന്നത് ആദ്യമായിട്ടല്ലേ, അപ്പോ അതറിയാനുള്ള ഒരു വ്യഗ്രത.
ആ വ്യഗ്രതയും കൊണ്ട് അങ്ങ് തുള്ളിച്ചാടി പോട്ടെ, പോയതുപോലെ വന്നാ മതി. നന്ദുവിന്റെ അടുത്തേക്കല്ലേ പോക്ക്. വനജയും സേതുമയും കാര്യമായി പറയുമ്പോൾ ജാനൊരു ചിരിയോട് അവരോട് പറഞ്ഞു. ആ ചിരിയിൽ വനജയും സേതുവും ചിരിച്ചു. ശരിയാ, പോയ പോലെ വന്നാ മതി. വനജയും ഒരു ചിരിയോടെ പറഞ്ഞു. അവരുടെ 3 പേരുടെയും ചുണ്ടിൽ ആ ചിരിയുണ്ടായിരുന്നു. നന്ദു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഓടിപ്പിടിച്ച് വന്നത് കൊണ്ട് തന്നെ അവൾ വല്ലാതെ കിതച്ചിരുന്നു. മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഷാള് കൊണ്ട് തുടച്ചു നീക്കി അവൾ ആ റൂം മൊത്തത്തിൽ നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ റൂമിന്റെ ഒരു മൂലയ്ക്ക് കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവനിൽ തറഞ്ഞു നിന്നു. വാതിലടിച്ച് ലോക്കാക്കി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്തും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നത്. എന്തും നടന്നാലും അത് മൂന്നാമതൊരാൾ അറിയരുതെന്ന വാശിയിൽ, സ്വാർത്ഥതയിൽ തന്നെയാണ് അവൾ ആ വാതിലടിച്ച് ലോക്കാക്കിയത്. അജു. അവൻക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം കണ്ടതും നന്ദു ശരിക്കും ഞെട്ടി. ചുവന്ന് വീങ്ങിയ മുഖം, കണ്ണുനീർ താളം കെട്ടിയ കണ്ണുകൾ, കണ്ണുനീർ ഒലിച്ചിറങ്ങുന്ന കവിൾത്തടം. അവൾ ശ്വാസമെടുക്കാൻ മറന്ന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ അപ്പം അതിന് മാത്രം ഉണ്ടായത്? അവൾ ചിന്തിച്ചത് അതാണ്. അജു, എന്ത് പറ്റി? എന്താ? അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണിലേക്ക് നോക്കി ആ കണ്ണുനീരിന് 2 കൈകൾ കൊണ്ടും തുടച്ചു നീക്കിക്കൊണ്ട് അവൾ അലിവോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, അതിലെല്ലാം മുകളിൽ പ്രണയത്തോടെ ചോദിച്ചു. എന്നാൽ അജു ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പതിയെ അവൻ 2 കൈകളും ഉയർത്തി അവൻ്റെ കവിളിലിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിൽ വെച്ചു. സ്വപ്നം കണ്ടതാ, ഞാൻ കരുതി. മൂക്ക് വലിച്ച് തേങ്ങിക്കൊണ്ടവൻ പറയുമ്പോൾ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ സ്വപ്നാണെന്ന് കരുതി. നീ എൻ്റെ അടുത്തേക്ക് വന്നില്ല കരുതി. വീണ്ടും ഒറ്റക്കായെന്ന് തോന്നി. അതൊക്കെ അറിഞ്ഞത്, നിലവിളിച്ചത് സ്വപ്നല്ലേ? കണ്ണുകൾ 2 അമർത്തി തുടച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താനെന്ന പെൺകുട്ടി ഒരു സ്വപ്നം മാത്രമാണെന്ന് കരുതിക്കൊണ്ടാണ് അവൻ്റെ ഈ അവസ്ഥ. ഇന്നലെ ഉണ്ടായതെല്ലാം ഉറങ്ങി എണീറ്റപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നിക്കാണും. എപ്പോഴും ഏത് നിമിഷവും കൂടെ ഉണ്ടായിരുന്നൊരാൾ പെട്ടെന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ പേടി, അതിൽ നിന്നും ഉണ്ടായതാണ് ഈ സങ്കടം. ഒരു ദിവസം കൊണ്ട് അവനിൽ ഇത്രത്തോളം അവൾ ആഴ്ത്താൻ കഴിഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നന്ദുവിൻ്റെ തലമുടിയിൽ തലോടി. അപ്പോഴും ആജു അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. ആ മുഖത്ത് ഇപ്പോൾ സന്തോഷമാണ്, സമാധാനമാണ്. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ആജു ആ ചിരിയിലേക്ക് നോക്കി. നന്ദ നല്ല സുന്ദരിയാ. അവൾ ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. കരഞ്ഞ് മൂക്ക് പിഴിഞ്ഞ ചെക്കനാണ്. ഒന്ന് ചിരിച്ചപ്പോൾ സുന്ദരിയാണെന്ന് ചിരി വരില്ലേ? അജുവും ചിരിച്ചു. അവളുടെ ചുണ്ടിൽ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു, പതിയെ, സ്നേഹത്തോടെ. ഞാൻ അജുവിനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ? അവളത് ചോദിച്ചതും അജു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതുപോലെ ഇന്നലെ ചോദിച്ചത് അവൻക്ക് ഓർമ്മ വന്നു. ഒപ്പം അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് അവനെ മുറുകെ പുണർന്നത്. അജു യാന്ത്രികമെന്നോണം തലയാട്ടി. നന്ദു അജുവിൻ്റെ കാൽമുട്ടിൽ പിടിച്ച് കാലു മാറ്റി ശേഷം നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. പതിയെ കൈ ഉയർത്തി അവൻ്റെ തല അവളുടെ നെഞ്ചിലേക്ക് വെച്ച് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർത്തി. അജുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകി. നന്ദു കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് അമർത്തി. അവൻ്റെ തലമുടിയിൽ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അവൻ കൊടുക്കുന്ന സ്ഥാനം അവൾക്ക് അവളും കൊടുക്കുന്നുണ്ട്. അതല്ലേ ഇത്ര നേരം കണ്ടത്? അവൾ പതിയെ മുഖം താഴ്ത്തി അവൻ്റെ തലമുടിയിലൊന്ന് ചുംബിച്ചു. അജു ആണെങ്കിൽ അതൊന്നും അറിയാതെ കണ്ണുകൾ അടച്ച് ആ മാറിലെ ചൂടിൽ കിടക്കുവായിരുന്നു സന്തോഷത്തോടെ. അപ്പോഴും നന്ദുവിൻ്റെ ചെവിയിൽ പത്മാവതിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം മുഴങ്ങി കേട്ടു. ഒപ്പം നിർത്താതെയുള്ള വാതിൽ തട്ടുന്ന ശബ്ദവും. കുറേ നേരമായി ഇത് തന്നെയാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന പോലെ നന്ദു അജുവിൻ്റെ തലമുടിയിൽ തലോടി അവൻ അടക്കി പിടിച്ചിരുന്നു.